അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കയറാനുണ്ടോ എന്ന്. നമ്മളിവിടെ നിന്ന് കൈകൊണ്ട് കാണിച്ചില്ല ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷെ ഉണ്ടെന്നായിരിക്കും കേട്ടോന്ന് തോന്നണം. നേരെ വരുവാണേ, നേരെ പൂത്തോട്ടേക്ക് പോകുന്ന ബോട്ടാണേ. പൂത്തോട്ടാപ്പാണ് ആ വള്ളി, അടുത്തില്ല, നേരെ പോകുന്നു. ചായ കുടിച്ചാലോ? ഇപ്പോ വേണ്ട, ഇപ്പൊ വേണ്ട, വയർ നിറച്ചതാണ്. 1941 സ്ഥാപിതമായതാണ് കേട്ടോ. പഴയ ഒരു, അതായത് വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു വായനശാലയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ പെരുമ്പളത്തെ കുറച്ച് കാഴ്ചകളാട്ടോ, മഴക്കാല കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് അരയൂകുളങ്ങര ന്യൂ സൗത്ത് റോഡാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് ഒരു ഗുരുമന്ദിരാണ്. ചേച്ചേട്ടോ, ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, വർഷങ്ങൾ പഴക്കം ചെന്നൊരു കടയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ തേങ്ങയൊക്കെ ആട്ടുന്ന ഒരു മില്ലാണിത്. നമ്മൾ നടന്നങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാട്ടോ ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പെരുമ്പളം. അതിന് തൊട്ട് സൈഡിൽ തന്നെ കേട്ടോ വായനശാല ഒക്കെ ഉള്ളത്. ഈ കാണുന്ന കേട്ടോ ശ്രീകൃഷ്ണവിലാസം വായനശാല. ഹായ്. അപ്പോൾ ശ്രീകൃഷ്ണവിലാസം വായനശാലയാണ് ഇത്. 1941 സ്ഥാപിതമായതാണ് കേട്ടോ. പഴയ ഒരു, അതായത് വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു വായനശാലയാണ്. മക്കളും വരുന്നെന്നും പറഞ്ഞ് ബഹളമായി കേട്ടോ. അതായത് അവരും എത്തി നമ്മുടെ ഇന്നത്തെ യാത്രയിൽ. ഇതേ ഒന്ന് ലാൻഡിങ്ങിൽ വരെ, ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ. അതല്ല, എല്ലാ ദിവസവും രാവിലെ പോണതാ ഇവന്മാരായിട്ട്. നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ റോഡ് ഈ സൈഡിലോട്ടും പോകുന്നുണ്ട്, റൈറ്റ് സൈഡിലോട്ട്. ഇത് മുസ്ലിം പള്ളി റോഡാട്ടോ ഈ കാണുന്നത്. ഇവിടെ ഒരു പഴയ കെട്ടിടം കാണാം. ഇതിപ്പോൾ റേഷൻ കടയാണ് കേട്ടോ. ഇത് നോക്കിയാൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ മരങ്ങളൊക്കെ പിടിച്ച് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം. ആകെ ഇത് കണ്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. ഇതൊരു കുളമാണ് കേട്ടോ. നല്ല താഴ്ചയൊന്നുമില്ല. ഇത് നേരത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നത്, കാവുകളി ഗ്രൗണ്ട് എന്ന് പറയും. ഈ സൈഡിൽ കൂടി ഒരു വഴിയുണ്ടേ. ഇത് എങ്ങോട്ട് പോകണതാണെന്നറിയാവോ ദേവാ? ഏതമ്പലം? ഏതമ്പലാണ് പറയ്. പഠിക്കൽ. ഇവിടെ ഒരു സിമെന്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ചമ്മോ, ഇതൊരു ചെറിയ ഇറക്കാണ് കേട്ടോ ഈ കാണുന്നത്. നേരെ ബോട്ട് ജെട്ടിയിലോട്ടാണ് പോകുന്നത്, ന്യൂ സൗത്ത് ബോട്ട് ജെട്ടി. നീർനായ ഈ സമയത്ത് കാണുമായിരിക്കും. ഇവിടെ ഉണ്ടാവില്ല, നമ്മുടെ കായലില്ലേ അവിടെ ഉണ്ട് ഇപ്പോൾ നീർനായ ഒരുപാടുണ്ട്. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. ഇതൊക്കെ പാടോടാ. അതെല്ലാം ഇറങ്ങി ഉടച്ചു കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ല മീൻ കിട്ടുക. വരാലുണ്ട്, വരാല്. ഇത് കണ്ട ബോട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നു. ഉണ്ടോ ഇവിടെ ഒരു കടയുണ്ട്, സലീക്കയുടെ കടയുണ്ട്. ഇത് റീലെല്ലാം അങ്ങനെ വീടരുത് ചെളിയിൽ. വാ ഉണ്ടോ. അപ്പോൾ അത്യാവശ്യം ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാം. നമ്മൾ ഇന്നലെ വന്നായിരുന്നല്ലേ ദേവാ? ചായ കുടിച്ചാലോ ഇപ്പോ?
വേണ്ട ഇപ്പൊ വേണ്ട, വയർ നിറച്ചതാണ്. അപ്പോൾ മഴ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. നമുക്ക് ഈ ജെട്ടിയിൽ നിന്ന് നമുക്ക് പാണാവള്ളി, പൂത്തോട്ട ഈ ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എറണാകുളം ജില്ലയായ പൂത്തോട്ടയിൽ കിട്ടും. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയായ പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്തോട്ടും നമുക്ക് ഈ ഒരു ബോട്ട് ജെട്ടിയിൽ നിന്ന് പോകാനായിട്ട് സാധിക്കും കേട്ടോ. മീൻ വഞ്ചി മീനൊക്കെ പിടിച്ച് ഈ കടവിൽ വരും. ഇവിടെ ചിലപ്പോൾ സെയിലാവും. ഇതുണ്ടോ ഒരു മുരിങ്ങ, ചേട്ടായി ഒന്ന് കാണിക്കോ. ഇതുണ്ടോ ഒരു മലങ്ങി. ഇത് എത്ര രൂപ വരും ചേട്ടാ? ഇത് സെയിൽ വിൽപ്പന 350 രൂപ കിലോ. കൂരി, ഞണ്ട് അതൊക്കെയാണല്ലേ? ഞണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. സൂക്ഷിക്കണേ, തെന്നലുണ്ട്. ആ ചുമ്മാ വന്ന നല്ല തെളിഞ്ഞ വെള്ളാട്ടോ ഇവിടെ. അതിനപ്പുറത്തോട്ട് പോവാൻ പാടില്ലേ? ഇത് അമ്മ ഓർക്കണ്ടേ? കരിമീനാണോ അവനെ? ഒരു ചെറിയ വീഡിയോ എടുക്കണ കേട്ടോ. കുഞ്ഞത് ഇത് ന്യൂ സൗത്ത് ബോട്ട് ജെട്ടി അല്ലെങ്കിൽ ലാൻഡിങ് സെൻറ്റർ എന്നൊക്കെ അറിയുന്ന ഒരു സ്ഥലമാകട്ടെ. ഇത് അത്യാവശ്യം പെരുമ്പളത്തെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റുന്ന പെരുമ്പളത്തെ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാകട്ടെ ഇത്. മഴക്കാല സമയമായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ. അല്ലാത്ത സമയത്ത് എന്താ പറയുക, ഇതിലും ഭംഗിയാണ് ഇവിടെ. ഇതാണ് കാത്തിരിപ്പ് കേന്ദ്രം. ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്പോട്ടാട്ടോ ഇത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സൗത്ത് ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പെരുമ്പളം വരുവാണെങ്കിൽ ന്യൂ സൗത്ത് ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഈ കറക്റ്റ് ലൊക്കേഷനിൽ എത്തും കേട്ടോ. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ബോട്ടാട്ടോ ആ വരുന്നത്. അപ്പോൾ ഇത് നേരെ പാണാവള്ളിക്കാണ്. അപ്പോൾ പെരുമ്പളം വഴിയാണ് പാണാവള്ളി പോകുന്നത്. നമ്മളിപ്പോൾ ഈ പാണാവള്ളി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയും പൂത്തോട്ട എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുമാണ്. അപ്പോൾ 3 ജില്ലയുടെ, ശരിക്കും പറയാം 3 ജില്ലയുടെ നടുക്ക് കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ പറയുന്ന പെരുമ്പളം എന്ന് പറയുന്ന ഈ ദ്വീപ്. കാറ്റുണ്ട്. ശരീരം നോക്കിയിട്ട് മതി കേട്ടോ അവനെ. ആ സേഫ്റ്റി ഫസ്റ്റ്. നമ്മുടെ കുമ്പാരി ഏട്ടാ, ക്ലാസ്മേറ്റ് ആണ് അബി. ഇത് ഈ ബോട്ട് ആ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും പാണാവള്ളി ഭാഗത്തു നിന്ന് പൂത്തോട്ടയിലോട്ട് ഇതുണ്ടോ വേറെ ബോട്ട് വരുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് ഒരു റെഡ് കളർ കാണുന്നില്ലേ, ഇത് ആ അറ്റത്തുനിന്ന് വരുന്നുണ്ടേ.
അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കയറാനുണ്ടോന്ന്. നമ്മളിവിടെ നിന്ന് കൈകൊണ്ട് കാണിച്ചില്ല ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷെ ഉണ്ടെന്നായിരിക്കും കേട്ടോന്ന് തോന്നണം. നേരെ വരുവാണേ, നേരെ പൂത്തോട്ടേക്ക് പോകുന്ന ബോട്ടാണേ. പൂത്തോട്ടാപ്പാണ് ആ വള്ളി, അടുത്തില്ല, നേരെ പോകുന്നു. വലിയ വള്ളങ്ങളിൽ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു. ഇപ്പോൾ ചരല്, അതുപോലെ തന്നെ കല്ല്, ഇഷ്ടിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ അതാണ് ന്യൂ സൗത്ത് ലാൻഡിങ് സെൻറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പഴയ ലാൻഡിങ് സെൻറ്റർ ഉണ്ട് ഇവിടുത്തെ പെരുമ്പളത്തെ, നമുക്ക് അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം ഒരു സ്പോട്ട് കണ്ടില്ലായിരുന്നു, ഒരു റേഷൻ കട. ആ റേഷൻ കടയുടെ അവിടെ നിന്ന് മുസ്ലിം പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയാണ്. അതായത് മുസ്ലിം പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് പഴയ ലാൻഡിങ് സെൻറ്റർ. അപ്പോൾ നമ്മൾ പഴയ ലാൻഡിങ് സെൻറ്ററിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, പിടിച്ചോളണേ, കൈയോടെ പിടിക്കണേ. നിന്ന് തരൂല, പതുക്കെ കൈ കൊണ്ട് ചെല്ലണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ന്യൂ സൗത്തിൽ നിന്ന് പഴയ ഓൾഡ് ലാൻഡിങ് സെൻറ്ററിലോട്ടുള്ള യാത്ര മധ്യയാണ് കേട്ടോ അത്. നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ പഴയ ലാൻഡിങ് സെൻറ്ററിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാവേ. കാര്യം ഇപ്പോൾ ഇവന്മാർ ഭയങ്കര അലമ്പാ, ഒരു രക്ഷയില്ല, നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.